ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാൻ വൈകുന്നേരത്തെ കുറച്ച് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേഴ്സറിയിൽ നിന്ന് പതിവിട്ട് വന്നിട്ടുണ്ട്. അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് ചായ കൊടുക്കാനാണ്. അപ്പം അവൾക്ക് ബിസ്ക്കറ്റാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തു. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചൂടാറാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഐഫൊക്കെ കൊടുക്കാനായിട്ട്. പിന്നെ അതേപോലെ മറ്റമ്മാക്കും എനിക്കുമൊക്കെ ചായ ഞങ്ങൾ കുടിക്കാൻ പോവാണ്. അപ്പോൾ പിന്നെ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് മിക്സർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്സറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ രാവിലത്തെ പലഹാരം ഇരുന്നത് മറ്റമ്മക്ക് കൊടുക്കും. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കുകയാണേ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇറച്ചിയൊക്കെ ഉച്ചയ്ക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായി കായൊക്കെ പറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് കുറച്ച് വിരുന്നുകാരുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഒരുക്കാനുണ്ട്. ആകെ 2 പേരേ ഉള്ളൂ വിരുന്നുകാരായിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഒരുക്കാണ് കേട്ടോ. അതിനായിട്ട് ഇന്ന് കോഴിയും പിന്നെ നന്നാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇറച്ചി വറുക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും മോൻ സ്കൂൾ വിട്ട് വന്നായിരുന്നു. അങ്ങനെ അവനക്ക് ചായ കൊടുത്ത് അതിന് ശേഷം അവനെ മദ്രസയിലേക്ക് പറഞ്ഞു വിടുകയാണ്. അവനക്ക് 4 മണിക്ക് വൈകിട്ടാണ് മദ്രസ. അപ്പോൾ അവനക്ക് അങ്ങനെ ചായയൊക്കെ കൊടുത്ത് മദ്രസയിൽ പറഞ്ഞു വിട്ടു. അതിന് ശേഷമാണ് ഇനി ചോറും ഇറച്ചിക്കറിയൊക്കെ വെക്കാനുള്ളത്. അപ്പോൾ ആദ്യം ഇറച്ചിക്കറിക്കുള്ള സാധനങ്ങളൊക്കെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇറച്ചിക്കറി എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതിനായിട്ട് ചില സബോളയും പച്ചമുളകും തക്കാളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കാനായിട്ട് വേറെയും നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇറച്ചിക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിയൊക്കെ നന്നായി ചൂടായി വന്ന് അതിലേക്ക് ഞാൻ സബോളയും പിന്നെ ചതച്ചതും എല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇറച്ചിക്കറി എങ്ങനെയാണ് വെക്കുന്നത് അതേപോലെ തന്നെ ഇറച്ചിക്കറി ഉണ്ടാക്കി എടുക്കുന്നതാണ്. അങ്ങനെ സബോളയൊക്കെ വാട്ടിയെടുക്കുന്ന സമയത്ത് തന്നെ അവൾ അതിൻ്റെ അടുത്ത് ഐഫ വന്നിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവളും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അവൾ എൻ്റെ പുറകെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നേഴ്സറിയൊക്കെ വിട്ട് കഴിഞ്ഞ് വന്ന ശേഷമായ കാരണം അവൾ പിന്നെ എൻ്റെ പുറകിൽ നിന്ന് മാറില്ല. അങ്ങനെ സബോളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഇച്ചിരി കുരുമുളക് പൊടി, അങ്ങനെ സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അത് നന്നായി ഒന്ന് പച്ചമണം മറന്നവരൊന്ന് ഇളക്കിയതിന് ശേഷം ഇറച്ചി വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കും. പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്ത്
ഇറച്ചിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ നന്നായി റെഡിയായിട്ട് വരും. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ കറി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പയർ ഉപ്പേരി വെക്കണം. അതിനായിട്ട് പയർ ഇവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പയറൊക്കെ മറ്റമ്മയായിട്ട് നന്നാക്കി തരുന്നേ. അപ്പം ആള് വയ്യാത്താണെങ്കിലും തന്നെ ഇപ്പം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പയറൊക്കെ നന്നാക്കി തരും. സഹായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാം ഓരോ കാര്യങ്ങളും വന്ന് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ വന്ന് ചോദിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ അടുപ്പത്ത് ഇറച്ചിക്കറി ആയിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് അടുപ്പിൽ ഞാൻ ഉപ്പേരിക്കുള്ളത് തൂമിക്കുന്നുണ്ട്. ഉള്ളിയും ഒക്കെ നന്നായി അരിഞ്ഞിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പയറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി പയറൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ പെട്ടെന്ന് ഓരോന്ന് ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും അവർക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ ആയിട്ടുള്ള രീതിയിൽ വേഗം ഉണ്ടാക്കി എടുക്കുകയാണ്. അങ്ങനെ പയറും അടുപ്പത്തുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് ഇറച്ചിക്കറിയും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉപ്പേരി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇറച്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇറച്ചിക്കറിയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മ കടയിൽ നിന്ന് വന്നപ്പം കുറച്ച് പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പൊറോട്ട കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഇറച്ചിക്കറിയും കൂടി കൂട്ടിയിട്ട് എല്ലാവർക്കും പൊറോട്ട കഴിക്കാൻ വേണ്ടി എല്ലാവർക്കും എടുത്ത് കൊടുത്തു. അപ്പോൾ അതേപോലെ മറ്റമാക്കും പൊറോട്ടയും ഇറച്ചിക്കറിയും കൊടുത്ത്. മറ്റമാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊറോട്ട എന്ന് പറഞ്ഞ സാധനം. അപ്പം ഒരെണ്ണമൊക്കെ ഇപ്പോൾ തിന്നും. ആദ്യമൊക്കെ രണ്ടെണ്ണമൊക്കെ തിന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഒരെണ്ണമൊക്കെ തന്നെ തിന്നാൻ പറ്റുള്ളൂ, വയസ്സായല്ലോ. അപ്പോൾ അങ്ങനെ മറ്റമാക്ക് പൊറോട്ട ഒക്കെ എടുത്ത് കൊടുത്തു. അതൊക്കെ ഞങ്ങൾ കഴിച്ചു. അതിന് ശേഷം അരി ഇടാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചു. പിന്നെ നമുക്ക് കോഴി വറുത്തെടുക്കാനുണ്ടായിരുന്നു. അതിനായിട്ട് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ഞാൻ ഇനി ചിക്കൻ വറുത്തെടുക്കുകയാണ് കേട്ടോ. ചിക്കൻ വറുത്തെടുക്കുന്നതിൻ്റെ സമയത്തുള്ളിൽ തന്നെ ചോറും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറും ഒന്ന് ഊറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്യാസുമേ ഇറച്ചി വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറം തന്നെ ഞാൻ ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇറച്ചിയൊക്കെ ആദ്യത്തെ ട്രിപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാരി വയ്ക്കുകയാണ്. പിന്നെ ഇനി ബാക്കിയുള്ളതും കൂടി എല്ലാതും ഫ്രൈ ചെയ്തെടുക്കുകയാണ്.
അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പും ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും വിരുന്നുകാരൊക്കെ വന്നു. അങ്ങനെ ചോറ് വിളമ്പി മേശപ്പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം ചോറിനായിരിക്കുകയാണ്. അങ്ങനെ എല്ലാതും മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചോറിനാനായിട്ട് എല്ലാം വിളമ്പി വയ്ക്കുകയാണ്. അപ്പം എല്ലാവരും ഇനി ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.